പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഷെറിൻ തോമസ്. ദൈവം എന്നെ വിടുവിച്ച വഴികൾ ഞാൻ ഇന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അനേകരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും തകർന്നു പോകാറുണ്ട്. എന്നാൽ പിന്നത്തേതിൽ ഇത് നമുക്ക് നന്മയ്ക്കായി തീരും. എനിക്ക് 16 വയസ്സായിരുന്നപ്പോൾ ഭയങ്കര വയറ്റുവേദനയിൽ ഞാൻ ഭാരപ്പെട്ടു. തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബ്ലഡ് ക്യാൻസർ ആണെന്ന്. എൻ്റെ ജീവിതത്തിൽ വളരെ അധികമായി സന്തോഷമായി നടന്നുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ കടന്നു വന്നത്. തുടർന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തിരിച്ചുള്ളൊരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അതിനിടയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്ന് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞത് മൂലം പല പ്രാവശ്യമായി ചിക്കൻ ബോക്സ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. രക്ഷപ്പെടുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മുടിയൊക്കെയും കൊഴിഞ്ഞു പോയി. ഞാൻ വിരൂപിയായി തീർന്നു. ആ അവസ്ഥയിലൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെക്കാൾ എന്തിനെങ്കിലും പ്രാധാന്യം നൽകിയ ദൈവത്തിൻ്റെ കൈ അതിന്മേൽ ഭാരമായിരിക്കും. മാതാപിതാക്കൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ ദൈവമായി ഒരു ആഴമായ ബന്ധം പുലർത്തിയിരുന്നില്ല. ഈ അവസ്ഥയിലൊക്കെ സർവശക്തനായ ദൈവം എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ സർവമാണെന്ന് എനിക്ക് മനസ്സിലായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ദൈവമക്കൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. സർവശക്തനായ ദൈവം എന്നിൽ കൂടെ വചനത്തിൽ കൂടെ ഇടപെടുവാൻ തുടങ്ങി. സങ്കീർത്തനം 27:13-14 ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. ഈ വചനങ്ങൾ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ സർവശക്തനായ ദൈവം എന്നെ ഉറപ്പിക്കാനായി വചനത്തിൽ കൂടി ഇടപെടുവാൻ തുടങ്ങി. സങ്കീർത്തനം 117:17 ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുമില്ല. ഈ വാഗ്ദത്ത വചനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം എനിക്ക് പൂർണ്ണ വിടുതൽ നൽകി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താലോ പ്രയാസത്താലോ ദുഃഖത്താലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. അവൻ സർവ്വത്തിലും മതിയായ ദൈവം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായി ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. Shadows in the light of